ഇന്ന് തക്കാളിയുടെ ബെനിഫിറ്റ്സ് ആവട്ടെ കേട്ടോ. നല്ല തുടുത്ത തക്കാളി ഇഷ്ടമില്ലാത്തവരുണ്ടോ? പക്ഷേ ദിവസത്തിലെ ഒന്ന് വീതം കഴിക്കുക. എല്ലാ അസുഖങ്ങൾക്കും അത് വളരെ ഗുണകരമാണ്. നമ്മുടെ ഹൃദയത്തെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പ്രഷർ, ഷുഗർ, അങ്ങനെ എല്ലാ ഇതൊക്കെയല്ലേ നമുക്ക് അസുഖങ്ങൾ, ക്യാൻസർ, ഇതൊന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് തക്കാളി വളരെ നല്ലതാണ്. തക്കാളിയിൽ വിറ്റമിൻ സി ഉണ്ട്, കലോറി കുറവാണ്, കൊഴുപ്പില്ല. അപ്പോൾ തക്കാളിയിൽ എന്തൊക്കെ വിറ്റമിൻസ് ആ? എ, സി, കെ, ഫൊലേറ്റ്, പൊട്ടാസ്യം, ബി കോംപ്ലക്സ്, B6, നിയാസിൻ, മാഗ്നീഷ്യം, ഇതൊക്കെ ധാരാളം തക്കാളിയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ സോഡിയം, കൊളസ്ട്രോളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ജലത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതിൽ. അപ്പോൾ അതൊരു പഴമാണോ പച്ചക്കറിയാണോ നമുക്ക് ഒരു ഡൗട്ട് തോന്നും. പക്ഷേ പച്ചക്കറി തന്നെയാണ് കേട്ടോ. പോഷകഗുണം ഏറെ ഗുണമുള്ളതാണ് തക്കാളിയിൽ. ചർമ്മകാന്തി നിലനിർത്താൻ അത് വളരെ ഗുണകരമാണ്. ക്യാരറ്റിലും മധുരക്കിഴങ്ങിലും കാണപ്പെടുന്ന ബീറ്റ കരോട്ടിൻ ഉണ്ടല്ലോ, അതായത് സൂര്യരശ്മിയിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ രക്ഷിക്കും. അത് ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞിട്ട് തക്കാളിയിൽ ഒരു ഘടകമുണ്ട്. അതാണ് ആ റെഡ് കളർ, ബ്രൈറ്റ് റെഡ് കളർ ഉണ്ടാവുന്നത്. അതാണ് നമ്മുടെ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നത്. നമ്മുടെ ചർമ്മത്തിൻ്റെ ഭംഗി, മുഖത്തിൻ്റെ ഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാൻ തക്കാളി നല്ലതാണ്. തക്കാളി നീരായിട്ട് മുഖത്ത് വരട്ടുക, അല്ലെങ്കിൽ ഒരു ഹാഫ് ഭാഗം എടുത്തിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഉരസുക, അല്ലെങ്കിൽ ഫേസ് പാക്ക് ആക്കുക. അപ്പോൾ വെറുതെ നമ്മൾ പാക്കൊന്നും മേടിക്കണ്ട. ഇത് വളരെ നല്ലതാണ്. നല്ല ക്ലിയർ ആവും, മുഖം നല്ല ക്ലിയർ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. പിന്നെ എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ വിറ്റമിൻ കെയും ഉണ്ട്, കാൽസ്യം ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മുടെ എല്ലുകളുടെ ബലത്തിനും അതിൻ്റെ കുഞ്ഞു തകരാറുകളൊക്കെ പരിഹരിക്കുന്നതിനും വളരെ നല്ലതാണ്. അതായത് പിന്നെ അധികം പൊട്ടുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. എന്തൊക്കെ ഗുണങ്ങളാലേ. പിന്നെ ക്യാൻസർ അല്ലേ, ക്യാൻസർ പ്രകൃതിദത്തമായിട്ട് തടയുന്നതിന് തക്കാളിക്ക് നല്ല കഴിവുണ്ട്. പല ഭാഗത്തും നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ ലൈക്കോപ്പീൻ, അതാണ് ഇതിലെ പ്രത്യേകത, അത് സംരക്ഷിക്കും. അതായത് നമ്മുടെ കോശത്തിനുണ്ടാകുന്ന നാശത്തിനെ ഈ തക്കാളിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റമിൻ എയും വിറ്റമിൻ സിയും ഒക്കെ തടയും. അപ്പോൾ അത് വളരെ ഗുണകരമാണല്ലോ. ഷുഗറിന് അത് നമ്മുടെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ്. ക്രോമിയം, തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ക്രോമിയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. പിന്നെ കാഴ്ചശക്തി. ഇന്ന് എല്ലാവർക്കും കാഴ്ചയ്ക്ക് പ്രശ്നമാണ്. എന്താണ് വെച്ചാൽ എല്ലാവരും എപ്പോഴും മൊബൈലും ലാപ്ടോപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലൈറ്റ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ കുറയ്ക്കും. അപ്പോൾ തക്കാളിയിൽ വിറ്റമിൻ എ ആണ് കാഴ്ച മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ കാഴ്ചയ്ക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ഒരുവിധമൊക്കെ പരിഹരിക്കാൻ നമുക്ക് തക്കാളി കഴിക്കുന്നതിൽ കൂടെ സാധിക്കും. കണ്ണിനുണ്ടാകുന്ന ഇറിറ്റേഷൻ, ഓവർ സ്ട്രെയിൻ, ഇതൊക്കെ ഒരു കൂൾ ഇഫക്റ്റാണ് നമുക്ക് തക്കാളി കൊണ്ട് സാധിക്കുന്നത്. നമ്മുടെ മനോഹരമായ ഹെയറിന് അതിനും തക്കാളി നല്ലതാണ്. വിറ്റമിൻ എ ഉള്ളതിനാൽ മുടിക്ക് നല്ല ബലവും ഉണ്ടായിരിക്കും, തിളക്കവും ഉണ്ടായിരിക്കും. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളൊരു പരിഹാരമല്ല, പക്ഷേ മുടിയുടെ ഭംഗി കൂട്ടാൻ വളരെ നല്ലതാണ് തക്കാളി. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ തക്കാളി വളരെ നല്ലതാണ്. അതായത് ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ഉണ്ടെങ്കിൽ തക്കാളി നമുക്ക് സാലഡായിട്ട് കഴിക്കാം, സാൻഡ്വിച്ചായിട്ട്. തക്കാളി രസം എത്ര നല്ലതറിയോ. അത് നമ്മൾ പല സ്പൈസസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പല തരത്തിലെ രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കോൾഡ്, ചുമ, പിന്നെ ഹൃദയത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഒരുവിധം സാധിക്കും. അതായത് കലോറിയും കൊഴുപ്പും വളരെ കുറവാണല്ലോ. അപ്പോൾ വേഗം നമ്മുടെ വയറ് നിറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ രസമൊക്കെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, തക്കാളിയിൽ കുരു ഉണ്ടല്ലോ, അത് വൃക്കയിലും ഒക്കെ കല്ലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന്. അതൊന്നുമില്ല. നമ്മൾ കുറേ തക്കാളി ഒരുമിച്ച് കഴിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്നുമില്ല. തക്കാളി നമ്മൾ എന്തും കൂടുതലായാൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അതും കഴിക്കുന്നത് ധാരാളം വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ മൂത്രത്തിലൂടെ നമുക്ക്
റിമൂവ് ചെയ്യാൻ സാധിക്കും. ഹൃദയത്തിന്, അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ, അതാണ് എപ്പോഴും ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ട്. നന്നായിട്ട് ബ്ലഡ് വെസൽസിൽ ബ്ലഡൊക്കെ നന്നായി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അധികം അസുഖങ്ങളൊന്നും വരില്ല. അപ്പോൾ പൊട്ടാസ്യമൊക്കെ ധാരാളം ഉണ്ട്. BP റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ പല്ലിന് മോണയിൽ നീർക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനും വളരെ നല്ലതാണ് തക്കാളി. അപ്പോൾ ഒരുവിധം നമ്മുടെ എല്ലാ ശരീരപ്രവർത്തനങ്ങൾക്കും വളരെ നല്ലതാണ് തക്കാളി. പല തരത്തിൽ നമുക്ക് തക്കാളി റെസിപ്പീസ് ഉണ്ടാക്കാം. തക്കാളി അവിയലുണ്ടാക്കാം, കാളനുണ്ടാക്കാം, പിന്നെ രസം ഏറ്റവും നല്ലതാണ്. രസം പല രീതിയിൽ നമുക്ക് പല ധാന്യങ്ങളും ചേർത്തിട്ട് രസം ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെയോ നോക്കൂ. അതുപോലെ ദാലിൽ തക്കാളി ചേർത്തിട്ട് എന്തൊക്കെ ഡിഫറെൻറ്റ് കറികൾ നമുക്ക് ഉണ്ടാക്കാം. തക്കാളി തൊക്ക് ഏറ്റവും പ്രധാനമാണ്. നല്ല ടേസ്റ്റി, വലിയ ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണ് തക്കാളി ചമ്മന്തി. അപ്പോൾ ഇങ്ങനെ പലതും നമുക്ക് ട്രൈ ചെയ്യാം. ഇനി തക്കാളിയുടെ കുറച്ച് അമേസിങ് ഫാക്ട്സ് നോക്കാം. 10,000 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ തക്കാളി റെഡ് മാത്രമല്ല എന്നാണ് പറയുന്നത്. ചൈനയിൽ ധാരാളം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പെയിനിൽ ഒരു ആനുവൽ ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ 1,50,000 തക്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കൂത്രേ. പിന്നെ USA ടൊമാറ്റോ ജ്യൂസാണ് ഒഫീഷ്യൽ ഡ്രിങ്ക് എന്ന്. സിമ്പിൾ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഒരു സിമ്പിളാണ്. നമുക്ക് തക്കാളി കാണുമ്പോൾ നല്ല സന്തോഷമാണ് അല്ലേ. ലവ് ആപ്പിൾ, കുറേ നിക് നെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ തക്കാളിക്ക്. അപ്പോൾ തക്കാളി കൊണ്ട് കുറേ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്കും, പിന്നെ തക്കാളിയെക്കുറിച്ചിട്ടുള്ള അറിയുന്ന ഇൻഫോർമേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.